Okay, the poem has 10 stanzas. In the first stanza, he talks about uh, a world without having any order, or a world with full of evil things. Okay, and here we know that the poem, it was written as it was inspired by Mahatma Gandhi and Jesus Christ. And in the first stanza, he talks about the condition of the human world. And as he begins the poem, he asks the question, "What of the night?" They ask, no answer, comics. They means maybe the people, they were asking each other, what of this night, what of this darkness, without having any answer. It's a comic question അല്ലേ. എന്താണ് ഈ നൈറ്റ്, എന്താണ് ഈ ഡാർക്ക്നെസ്, അവർക്ക് തന്നെ അറിയില്ല അല്ലേ. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദിസ് ബ്ലൈൻഡ് ടൈം. ദിസ് ബ്ലൈൻഡ് ടൈം മീൻസ് ദിസ് ബ്ലൈൻഡ് പീപ്പിൾ ഓർ ദ ബ്ലൈൻഡ് വേൾഡ്, ദേ വെർ ഗ്രൂപ്പിംഗ് ഇൻ മെയ്സ്, ദേ വെർ ഇൻ എ കൺഫ്യൂഷൻ അല്ലെ. മെയ്സ് മീൻസ് ഡിഫിക്കൽട്ട് പാത്താണ്. അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദേ വെർ ഗ്രൂപ്പിംഗ് ഇൻ ഡിഫിക്കൽട്ട് പാത്ത്. വഴി അറിയാതെ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നോസ് നോട്ട് ഇറ്റ്സ് പാത്ത് ഓർ പേർപ്പസ്. അവർക്ക് തന്നെ അറിയില്ല their real purpose or their real way or real path. The darkness in the valley stares like the dead eye socket of a giant. There is complete darkness in the world, even in the valley. Here this darkness that appears like a dead eye socket of a giant. അതായത് കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആണ് അവിടെ കാണുന്നത്. അതായത് ഈവിൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. അതെന്തുപോലെയാണ് കിടക്കുന്നത്, ലൈക്ക് എൻ ഐ സോക്കറ്റ് ഓഫ് എ ജയൻറ്റ്. ഒരു ജയൻറ്റിൻ്റെ, ഒരു പിശാചിൻ്റെ, ചെകുത്താൻ്റെ ഐ സോക്കറ്റ്, ഡെഡ് ഐ സോക്കറ്റ്. ഡെഡ് ഐ സോക്കറ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഹാവിങ് എനി മൂവ്മെൻ്റ് ആണ്. ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഇങ്ങനെ നിശ്ചലമായി കിടക്കുന്ന ഐ സോക്കറ്റ് പോലെയാണ് ഡാർക്ക്നെസ് കിടക്കുന്നത്. ക്ലൗഡ്സ് ലൈക്ക് എ നൈറ്റ് മെയർ ഒപ്രസ് ദ സ്കൈ. അതുമാത്രമല്ല, ക്ലൗഡ് എന്ത് ചെയ്താണ്, ആകാശത്തുള്ള ക്ലൗഡുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദേ വേ ലുക്ക് ലൈക്ക് എ നൈറ്റ് മെയർ. ഒരു പേടി സ്വപ്നം പോലെ, സ്വപ്നം പോലെ അവിടെ ഇങ്ങനെ ആകാശത്ത് കിടക്കുകയാണ്. ആൻഡ് ഷാഡോസ് ലൈ സ്കാറ്റർ ലൈക്ക് ടോൺ ലീംസ് ഓഫ് ദ നൈറ്റ്. അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡാർക്ക്നെസ്സിൽ ദർ ഈസ് ഓൺലി ഷാഡോസ്. എന്ത് മാത്രമേ ഉള്ളൂ, അവിടെ നിഴലുകൾ മാത്രമേ ഉള്ളൂ. ആ നിഴലുകൾ എന്തുപോലെയാണ്, ദേ വർ സ്കാറ്ററിങ് ലൈക്ക് ദ ടോൺ ലീംസ് ഓഫ് ദ നൈറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോയ അവയവങ്ങൾ പോലെ, നൈറ്റിൻ്റെ മുറിഞ്ഞു പോയ അവയവങ്ങൾ പോലെ അവിടെയും ഇവിടെയും കുറേ ഷാഡോസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എ ലേറിഡ് ഗ്ലോ വാക്സസ് ആൻഡ് വെയിൻസ് ഓൺ ദ ഹൊറൈസൺ. ഡിം ആയിക്കൊണ്ടിരിക്കുന്ന വാക്സസ് ആൻഡ് വെയിൻസ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആണ്. അതായത് അവിടെ ഒരു അൾട്ടർനേറ്റ് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ദ ഹൊറൈസൺ. ചക്രവാളങ്ങളിൽ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഗ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ത്രെഡ് ഫ്രം എൻ അലീൻ സ്റ്റാർ. അതായത് ഒരു എന്താ പറയുക, അന്യമായ ഒരു സ്റ്റാറിൻ്റെ, നക്ഷത്രത്തിൻ്റെ ഒരു ത്രെറ്റ് പോലെ ഹൊറൈസൺ, ചക്രവാളങ്ങളിൽ എന്ത് ചെയ്യാണ്, മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ആൻ എലമെൻ്റൽ ഹങ്കർ ലീക്കിംഗ് ദ സ്കൈ ആണ്. ആകാശം ഹങ്കർ കൊണ്ട് അല്ലേ, വിശപ്പ് കൊണ്ടിരിക്കുന്ന ഒരു ആകാശത്തിൻ്റെ എന്താണ് ചേഞ്ച് പോലെ അവിടെ എന്തെയാണ്, എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വ്യതിയാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചക്രവാളങ്ങളിൽ. ആൻഡ് തിങ്സ് ആർ ഡെലിറസ്ലി വൈൽഡ് ആണ്. ഡെലിറസ്ലി മീൻസ് അൺകോൺഷ്യസ്ലി. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അൺകോൺഷ്യസ്ലി വൈൽഡ്. ഈ ലോകത്ത് നടക്കുന്നതൊക്കെ എങ്ങനെയാണ്, വന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ദർ എ നോയ്സ് ഗ്രാമർ ഇസ് ഗ്രോൺ എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, നോയ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത് ഗ്രോണാണ്, ഞെരുക്കങ്ങളാണ്. ജനങ്ങൾ പരസ്പരം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വേർഡ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് സ്മോത്തേഡ് ഔട്ട് ഓഫ് ദ ഷേപ്പ് ആൻഡ് സെൻസ് ആണ്. സ്മോത്തേഡ് മീൻസ് സ്കിൽഡ് ആണ്, വിത്തൗട്ട് ഹാവിങ് എനി ഷേപ്പ് ആൻഡ് സെൻസ്. അതായത് അവരുടെ വാക്കുകൾക്ക് എന്തില്ല, കൃത്യമായ ഷേപ്പോ സെൻസോ ഇല്ല. അവരെന്ത് മാത്രമാണ്, അവർ പറയുന്ന വാക്കുകൾ, വേർഡ്സുകൾ എന്ത് മാത്രമാണ്, ഷേപ്പും സെൻസും ഇല്ലാത്ത എ വേർഡ്സ് ഓഫ് റെഫ്യൂസ് അല്ലേ. റെഫ്യൂസിൻ്റെ വേർഡ്സാണ്, റിജക്ഷൻ്റെ വേർഡ്സാണ്. അല്ലെങ്കിൽ ഫെയിലിയർ ഓഫ് ലൈഫ് അല്ലേ, ഫെയിലിയർ, ലൈഫിലുള്ള ഫെയിലിയറിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അബ്രപ്റ്റ് റൂയിൻ ഓഫ് എ പ്രോഡിഗൽ പ്രൈഡ്. പ്രോഡിഗൽ എന്ന് പറയുന്നത് ബിബ്ലിക്കൽ റെഫറൻസ്, അവിടെ പ്രോഡിഗൽ സൺ എന്ന് പറയും. പ്രോഡിഗൽ സൺ എന്ന് പറയുമ്പോൾ മുടിയനായ പുത്രനാണ്, ആ മുടിയനായ പുത്രൻ. അപ്പോൾ
പ്രോഡിഗൽ എന്ന് പറയുമ്പോൾ പ്രോഡിഗലിൻ്റെ നാശം പോലെ, തൻ്റെ മകൻ കാരണം നാശം എന്ന് വന്ന പ്രോഡിഗലിൻ്റെ റോയിന് പോലെ ഉള്ള വേർഡ്സുകളാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാണ് ജനങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേർഡ്സ് ഓഫ് റെഫ്യൂസ്, റിജക്ഷൻ ആൻഡ് ഫെയിലിയർ ആൻഡ് റൂയിൻസ്, അല്ലെ, നാശങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒക്കെയാണ്, അതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഫ്രാഗ്മെൻറ്റ് ഓഫ് എ ബ്രിഡ്ജ് ഓവർ ദ ഒബ്ലിവിയൻ വാനിഷ്ഡ് സ്ട്രീം, അതെന്തുപോലെയാണ്? ജസ്റ്റ് ലൈക്ക് അൻ ഇൻകംപ്ലീറ്റ് ബ്രിഡ്ജാണ്, അല്ലേ, ഒരു പൂർണ്ണമാകാത്ത ബ്രിഡ്ജ് പോലെ അവരുടെ വാക്കുകൾ ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോവുകയാണ്. godless shrine that shelter reptiles, even in that evil world there is no gods in the shrine ആണ്. അവിടെ ഷ്രൈനിൽ ആര് പോലുമില്ല, ദൈവങ്ങൾ പോലുമില്ല. ദൈവങ്ങളൊക്കെ ഷ്രൈനുകളൊക്കെ ഗോഡ്ലെസ് ആയി പോയിട്ടുണ്ട്, ദൈവങ്ങളില്ലാത്ത ക്ഷേത്രങ്ങളായി പോയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ബിക്കംസ് ദ ഷെൽട്ടർ ഫോർ ദ റിപ്റ്റൈൽസ് ആണ്, ഉരകജീവികൾക്ക്, പാമ്പുകൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടറായി മാറിയിരിക്കുകയാണ്. മാർബിൾ സ്റ്റെപ്സ് ദ ലീഡ് ടു ബ്ലാങ്ക്നെസ് ആണ്. അവിടെയുള്ള മാർബിൾ സ്റ്റെപ്പുകൾ ഇപ്പം നമ്മളെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത്? ബ്ലാങ്ക്നെസ്സിലാണ്. എന്ന് പറഞ്ഞാൽ ഷ്രൈൻ എന്നൊക്കെ പറയുമ്പോൾ അത് കാണിക്കുന്നത് എന്തിനെയാണ്? നമുക്ക് ഹോപ്പ്, പ്രതീക്ഷയാണ്, അല്ലേ? അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ പ്രതീക്ഷയാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഈ സ്റ്റെപ്പുകൾ കയറി ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ബ്ലാങ്ക്നെസ്സാണ്, അല്ലേ? അവിടെ ശൂന്യത മാത്രമാണ്. അതുമാത്രമല്ല, ടുമുൾട്ട് റൈസ് ഇൻ ദ സ്കൈ, റെസിൽ ആൻഡ് സ്റ്റാർട്ടിൽ ഷട്ടിൽ റൺസ് അലോങ് ദ സ്ലീപ്ലെസ് ഹവേഴ്സ്. വെറും ലോകങ്ങൾ, ഇങ്ങനെ ലോകത്തുള്ള ജനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പ്രകൃതിയും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ടുമുൾട്ട്സ് ഉണ്ടാവുകയാണ്. റൈസ് ഇൻ ദ സ്കൈ, ആകാശത്തേക്ക് വല്ലാത്തൊരു എന്തുണ്ടാവുകയാണ്? ഒരു എന്താ പറയുക, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. ഒരു ശബ്ദം നമുക്ക് കേൾക്കാം. അവിടെ എന്താണ്? ആ ടുമുൾട്ട്, ആ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഇത് വരുന്നത് എവിടെ നിന്നാണ്? ആ ശബ്ദം, അല്ലെങ്കിൽ ആ റെസ്ലിംഗ് ആയിട്ട് വരുന്ന ശബ്ദം, അല്ലെങ്കിൽ നോയ്സ് ഈസ് കമ്മിങ് ഫ്രം എ ഡെസ്പറേറ്റ്, ഹിയർ ദ പോയറ്റ് ആസ്ക്സ് വെദർ ഇറ്റ്സ് കംസ് ഫ്രം ദ ഡെസ്പറേറ്റ് ഫ്ലഡ് ഹാമറിങ് അഗെയിൻസ്റ്റ് ദെയർ കേവ് വാൾസ്. അതായത് ഇത് എവിടെ നിന്നുള്ള ശബ്ദമാണോ? ഫ്ലഡ്, അല്ലേ? അതായത് വെള്ളപ്പൊക്കം പോയിട്ട് എവിടെ പോയി ഇടിക്കുന്ന ശബ്ദം? തൻ്റെ കേവ് വാൾസിൽ ഹാമർ ചെയ്യുന്ന, അതായത് അവിടെ ഹാമർ ചെയ്യുക വെച്ചാൽ ആഞ്ഞടിക്കുന്ന ശബ്ദമാണോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശത്തേക്ക്? എന്ന് പറഞ്ഞാൽ ആ ഒരു ലോകത്ത് മുഴുവനായിട്ട് എന്ത് ചെയ്യാണ്? ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ അത് ഫ്ലഡിൽ നിന്ന് വരുന്ന ശബ്ദമാണോ? അല്ലെങ്കിൽ വേളിങ് ആൻഡ് ഹൗളിങ് ഇൻകാൻറ്റേഷൻ ഓഫ് ദ ഫനാറ്റിക് സ്റ്റോം, അതായത് മാഡ് സ്റ്റോമിൻ്റെ, അതെ, ഭ്രാന്തമായി കിടക്കുന്ന സ്റ്റോം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? വേളിങ് ആൻഡ് ഹൗളിങ്, അല്ലേ? അതിങ്ങനെ ചുഴറ്റി വീശിക്കൊണ്ട് ഇറ്റ്സ് ഇൻകാൻറ്റേഷൻ, എന്തോന്ന് മന്ത്രിക്കുന്നത് പോലെയുള്ള ശബ്ദമാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ സ്റ്റോമൊക്കെ വൈൽഡാവുകയാണ്, ഫ്ലഡൊക്കെ വൈൽഡാണ്, വന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ ശബ്ദമാണ്? ഫോറസ്റ്റിൻ്റെ ശബ്ദമാണോ? അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫ്ലിങ്ങിങ് അപ്പ് ഇറ്റ്സ് ഹോട്ടഡ് ഫയർ, അതിൻ്റെ അതുവരെ ഹൈഡ് ചെയ്ത് വെച്ച ആ ഒരു എന്താ പറയുക, കാട്ടുതീ പുറത്തേക്ക് കൊണ്ടുവരുന്ന ശബ്ദമാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്തിൻ്റെ ശബ്ദമാണ്? ദ സൗണ്ട് ഓഫ് ദ ലുനാറ്റിക് പീപ്പിൾ ഇൻ ദ പാരാലിറ്റിക് ക്രൗഡ് ഇൻ ദ ലുനാറ്റിക് അസൈലം, അല്ലേ? ഇങ്ങനെയുള്ള മാഡ് പീപ്പിളിൻ്റെ, അല്ലെങ്കിൽ എന്താ പറയുക, ലുനാറ്റിക് ആയിട്ടുള്ള ജനങ്ങളുടെ, അല്ലേ, അവരിങ്ങനെ തളർന്നു കിടക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ശബ്ദം, സ്ക്രീം, അലർച്ചയാണോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? അല്ലേ? അണ്ടർനീത്ത് ദ നോയ്സ് ടെറർ എ സ്റ്റെൽത്തി ഹം ക്രീപ്സ് ലൈക്ക് എ ബബ്ലിംഗ് വോൾക്കാനിക് മഡ്. ഇങ്ങനെയുള്ള നോയ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ ഒരു ഹമ്മിങ് സൗണ്ട്, സ്റ്റെൽത്തി ഹമ്മിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഹമ്മിങ് സൗണ്ട് ക്രീപ്പ് ചെയ്യാണ്. അതെന്തുപോലെയാണ്? ബബ്ലിംഗ് വോൾക്കാനിക് മഡാണ്. അഗ്നിപർവ്വതങ്ങൾ എന്ത് ചെയ്യുന്ന പോലെ, നമ്മളറിയില്ലേ, എന്താ പറയുക, ലാവയൊക്കെ ഇങ്ങനെ ഉരുകി, എന്താ പറയുക, അഗ്നിപർവ്വതങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ ഒരു ഹമ്മിങ് സൗണ്ട് പോലെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ആരുടെ ശബ്ദമാണ്? ഇറ്റ് ഈസ് ദ വിസ്പറിങ് സൗണ്ട് ഓഫ് ദ ഹ്യൂമൻ ബീയിങ്സ്. ആ വിസ്പറിങ് സൗണ്ട് എങ്ങനെയുള്ളതാണ്? സിനിസ്റ്ററായിട്ടുള്ള, ഈവിളായിട്ടുള്ള വിസ്പറിങ് സൗണ്ട്. റൂമർ ചെയ്യുന്ന, അല്ലെ, പരസ്പരം എന്താ റൂമേഴ്സുകൾ പറയുന്ന, സ്ലാൻഡേഴ്സുകൾ പറയുന്ന, സ്ലാൻഡർ എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന, ആരോപണങ്ങൾ പറയുന്ന സൗണ്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സൗണ്ട് ഓഫ് ദി ഡെറിഷൻ ഓർ ദ ഹിസ്സസ് ഓഫ് ദ ഡെറിഷൻ, അപഹസിക്കുന്നതിൻ്റെ
ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിങ്ങനെ അവരിങ്ങനെ പരസ്പരം പിറുപിറുക്കുകയാണ്, അവർ പരസ്പരം ആരോപണങ്ങൾ പറയുകയാണ്, അല്ലെ പരസ്പരം എന്ത് പറയാണ്, അപഹസിക്കുകയാണ്, അല്ലെ പരസ്പരം പരദൂഷണം പറയുകയാണ്. ദ മെൻ ഗ്യാതേർഡ് ദർ ആർ വെയ്ഗ് ലൈക്ക് ടോൺ പേജസ് ഓഫ് എൻ എപ്പിക്. മനുഷ്യന്മാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ചുമൽച്ചായിക്കൊണ്ടിരിക്കുന്ന ഈ നാച്ചുറൽ അവരിങ്ങനെ ഗ്യാതേർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുപോലെ, ലൈക്ക് വെയ്ഗ് പേജസ് ഓഫ് ദി എപ്പിക്കാണ്. എപ്പിക് എന്ന് പറയുമ്പോൾ ഒരു ലെങ്തി പോം എന്ന് പറയാം, ഒരു വലിയ എപ്പിക്കിൻ്റെ അല്ലേ, ആ എപ്പിക് എന്ന് പറയുന്നത് നല്ലൊരു കമ്പാരിസനാണ്. അതായത് മനുഷ്യന്മാരൊക്കെ ഒരു എപ്പിക്ക് പോലെ ഒന്നിക്കേണ്ട മനുഷ്യന്മാരുടെ അവർക്ക് എന്താ ഉള്ളത്, ടോൺ പേജസ് ഓഫ് എൻ എപ്പിക്, വലിയൊരു എപ്പിക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലെങ്തി പോത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെയുള്ള എപ്പിക്കുകളുടെ ടോൺ പേജസ്, കീറിപ്പറിഞ്ഞ പേജുകൾ പോലെ മനുഷ്യരെന്ത് ചെയ്യേണ്ടത്, ഇവർ സ്കാറ്റേർഡ്, അവരിങ്ങനെ പരസ്പരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെതറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗ്രൂപ്പിംഗ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് സിംഗിൾ, അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. സമ്മൺ ഇൻ ഗ്രൂപ്പ്സ്, ചില ആൾക്കാർ ഒന്നിച്ച് തപ്പുകയാണ്, ചില ആൾക്കാർ ഒറ്റയ്ക്ക് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടോർച്ച് ലൈറ്റ് ടാറ്റൂസ് ദെയർ ഫേസസ് ഇൻ ചെക്കേർഡ് ലൈൻസ്, അവരിങ്ങനെ തപ്പി നടക്കുന്നതിൻ്റെ ഇടയിൽ അവരുടെ ടോർച്ച് ലൈറ്റുകൾ എന്ത് ചെയ്യുകയാണ്, അവരുടെ ഫേസിൽ ഇങ്ങനെ ലൈൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇൻ പാറ്റേൺസ് ഓഫ് ഫ്രൈറ്റ്ഫുൾനെസ്, അവർ പക്ഷേ പരസ്പരം തൻ്റെ ടോർച്ച് ലൈറ്റുകൾ മറ്റ് ഫേസിലെത്തുമ്പോൾ അവർ പരസ്പരം പേടിക്കുകയാണ്. മാനിയാക് സഡൻലി സ്ട്രൈക്ക് ദെയർ നൈബേഴ്സ് ഇൻ സസ്പീഷൻ, ഈ മാഡായിട്ടുള്ള പീപ്പിൾ എന്ത് ചെയ്യാണ്, ദേ ബിഗാൻ ടു സ്ട്രൈക്ക് ഓർ ഫൈറ്റ് ദെയർ ഓൺ നൈബേഴ്സ് ഇൻ സസ്പീഷൻ, പരസ്പരം എന്ത് ചെയ്തുകൊണ്ട് സംശയദൃഷ്ടിയോടുകൂടി തൻ്റെ നൈബേഴ്സിനെ അവരെന്ത് ചെയ്യണം, അറ്റാക്ക് ചെയ്യാണ്. എ ഹബബ് ഓഫ് ആൻ ഇൻഡിസ്ക്രിമിനേറ്റ് ഫൈറ്റ് ആണ് അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു ബഹളം. ഹബബ് മീൻസ് ബഹളം, ഒരു ബഹളം, എന്തിൻ്റെ, ഫൈറ്റിൻ്റെ ബഹളം. ദാറ്റ്സ് എക്കോയിങ് ഫ്രം ഹിൽ ടു ഹിൽ, അതായത് അവിടെ ജനങ്ങൾ പരസ്പരം എന്ത് ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. വുമൻ വീപ്പ് ആൻഡ് വെയിൽ, സ്ത്രീകൾ എന്ത് ചെയ്യാണ്, അവരിങ്ങനെ വീപ്പിയാണ് അല്ലെ വിതുമ്പുകയാണ്, കരയുകയാണ്. എന്തിനെക്കുറിച്ചാണ് കരയുന്നത്, അബൌട്ട് ദെയർ ചൈൽഡ് ഹു ഹാസ് ലോസ്റ്റ് ഇൻ വൈൽഡർനെസ്, ഇങ്ങനെയുള്ള വന്യതയിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ മക്കളെക്കുറിച്ച് അവരിങ്ങനെ കരയുകയാണ് അല്ലേ. ആൻഡ് ബട്ട് സമ്മൺ ഡിഫൈൻലി റിബാൾ ഷെയ്ക്ക് വിത്ത് റാങ്ക്വസ് ലാഫ്റ്റർ, പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവരിങ്ങനെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരിതിനെക്കുറിച്ചൊന്നും അറിയാതെ ചില ആൾക്കാർ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് പരുഷമായിട്ട് റാങ്ക്വസ് ആയിട്ട് ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം. അവരെന്താണ്, ലാസി വോയിസ് ലിംസാണ്, തൻ്റെ കാമഹേതുവായ തൻ്റെ അവയവങ്ങൾ കൊണ്ട് തൻ്റെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടും അവരെന്ത് ചെയ്യാണ്, ആസ്വാദനം കണ്ടെത്തുകയാണ്. ഫോർ ദേ തിങ്ക് ദാറ്റ് നത്തിങ് മാറ്റേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നടക്കുന്നതൊന്നും എന്തല്ല, ഈസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ. അപ്പോൾ അങ്ങനെയുള്ളൊരു ലോകമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാൻസയിൽ കാണുന്നത്. ദർ ഓൺ ദ ക്രസ്റ്റ് ഓഫ് ദ ഹിൽ സ്റ്റാൻഡ്സ് ദ മാൻ ഓഫ് ഫെയ്ത്ത് ആൻഡ് സ്നോ വൈറ്റ് സൈലൻസ്, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇൻ ദ ക്രസ്റ്റ് ഓഫ് ദ ഹിൽ, ഇൻ ദ ടോപ്പ് ഓഫ് ദ ഹിൽ ദർ സ്റ്റാൻഡ്സ് എ മാൻ ഓഫ് ഫെയ്ത്ത്. അവിടെ വെച്ചാണ് നമ്മൾ ആരെ കാണുന്നത്, ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് മാൻ ഓഫ് ഫെയ്ത്ത് അല്ലേ, ഒരു മനുഷ്യൻ അവിടത്തേക്ക് വരുന്നത്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ലീഡർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു മനുഷ്യന്മാരെ നയിക്കാനുള്ളൊരു ആളായിക്കൊണ്ട്, മേ ബി ഇറ്റ് ഈസ് ഗാന്ധി ഓർ ഈസ് ക്രൈസ്റ്റ്, ആരുമാകാം. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആര് വന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ളൊരു മനുഷ്യൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹി സ്കാൻ ദ സ്കൈ ഫോർ സം സിഗ്നൽ ഓഫ് ലൈറ്റ് വെൻ ദ ക്ലൗഡ് തിക്കൻ ആൻഡ് നൈറ്റ് ബേർഡ് സ്ക്രീം ആസ് ദ ഫ്ലൈ. അതായത് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ സ്കാൻ ദ സ്കൈ ഫോർ സം സിഗ്നൽ ഓഫ് ലൈറ്റ് ആണ്, അതായത് എന്തിന്, വെളിച്ചത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്, സ്കൈയിലേക്ക് സ്കാൻ ചെയ്യുകയാണ്. വെൻ ദ ക്ലൗഡ് തിക്കൻ ആൻഡ് നൈറ്റ് ബേർഡ് സ്ക്രീം ആസ് ദ ഫ്ലൈ ഹി ക്രൈസ് അല്ലേ. അതായത് അദ്ദേഹം കാണുന്നത് ക്ലൗഡുകൾ ഇങ്ങനെ തിക്കൻ ചെയ്ത് വരികയാണ്, അവിടെ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ഉണ്ടാവുകയാണ്, അവിടെ നൈറ്റ് ബേർഡ്സുകൾ ഇങ്ങനെ സ്ക്രീം ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയിൽ എൻ്റെ ഡാർക്ക്നെസ്സിൽ ഹി ക്രൈസ്, അവൻ കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അലമുറ ഇട്ടുകൊണ്ട് പറയാൻ, കരയുക എന്നല്ല ഒച്ചത്ത് പറയുകയാണ്, ബ്രദേഴ്സ് ഡെസ്പെയർ നോട്ട് ഫോർ മാൻ ഈസ് ഗ്രേറ്റ് ബട്ട് ദേ നെവർ ഹീഡ് ഹിം. അവനിങ്ങനെ വിളിച്ചു പറയുകയാണ് മനുഷ്യരോട്, ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് തിന്മയാർന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞത്, ഡെസ്പെയർ നോട്ട്, നിങ്ങളിങ്ങനെ ഡെസ്പെയർ ആകല്ല, വി ആർ ഗ്രേറ്റ്, മെൻ ആർ ഗ്രേറ്റ് അല്ലേ, നിങ്ങളിങ്ങനെ സങ്കടപ്പെടല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. അങ്ങനെയുള്ള ഗാന്ധിജി അല്ലേ, ഡിസോർഡായിട്ടുള്ള കോളനൈസ് വൽക്കരിക്കപ്പെട്ട ലോകത്തോട് മനുഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്, നിങ്ങൾ
സങ്കടപ്പെടേണ്ട, നമുക്ക് പരിഹാരമുണ്ട്. പക്ഷേ ദേ നെവർ ഹീഡ് ഹിം. പക്ഷേ ഹീഡ് ഹിം മീൻസ് ഗിവ് ഹിം അറ്റൻഷൻ. പക്ഷെ ആരും അവൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. ഫോർ ദ ബിലീവ് ദാറ്റ് എലമെൻ്റൽ ബ്രൂട്ട് ഈസ് ഇറ്റേണൽ ആൻഡ് ഗുഡ്നെസ് ഇൻ ഇറ്റ്സ് ഡെപ് ഈസ് ഡാർക്കൻലി കണ്ണിങ്ലി ഇൻ ഡിസെപ്ഷൻ. പക്ഷെ അവർ വിശ്വസിച്ചു ഇവിടെ ഈ ലോകം എന്ന് പറഞ്ഞാൽ ബ്രൂട്ടലാണ് അല്ലേ. അതുമാത്രമല്ല അവരിങ്ങനെ ഒരു ഡിസെപ്ഷൻ, ചതിയാണ് പരസ്പരം നടന്നുകൊണ്ടിരിക്കുന്നത്. വെൻ ബീറ്റൻ ആൻഡ് wounded they cry, brother where art thou? The answer come, I am by your side. അവരിങ്ങനെ പരസ്പരം ബീറ്റ് ചെയ്തുകൊണ്ട് വൂണ്ട് ചെയ്ത് നിൽക്കുമ്പോൾ ചോദിക്കുകയാണ്, ബ്രദർ വേർ ആർ ദോ, നീ എവിടെ? The answer come, I am by your side. But they cannot see in the dark and they argue that the voice of their own desperate desire, and the men are ever condemned to fight the phantom in ഇൻ്റർമിനബിൾ ഡെസേർട്ട് ഓഫ് മ്യൂച്വൽ മെനാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരിങ്ങനെ ചോദിക്കുകയാണ്, നീ എവിടെ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മാൻ ഓഫ് ഫെയ്ത്ത് പറയാണ്, ഞാൻ ഇവിടെയുണ്ട്. പക്ഷെ ആ ഒരു ഡാർക്ക്നെസ്സിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല ആരെ, ഈ ഒരു മനുഷ്യനെ. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ആരുള്ളത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡാർക്ക്നെസ് ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആര് വരുന്നത്, നമ്മുടെ ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജി വരുന്നത്. എന്നിട്ടോ ദ ക്ലൗഡ് പാർട്ട്, ദ മോർണിംഗ് സ്റ്റാർ അപ്പിയേഴ്സ് ഇൻ ദ ഈസ്റ്റ്, ബ്രെത്ത് ഓഫ് എ റിലീഫ് സ്പ്രിങ്സ് അപ്പ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ എർത്ത്, ദ മർമർ ഓഫ് ദ ലീവ്സ് റിപ്പിൾ അലോങ് ദ ഫോറസ്റ്റ് പാത്ത്. അതായത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ലൗഡുകൾ പാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ക്ലൗഡ് തിക്കായിട്ടിരിക്കുന്ന ക്ലൗഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ദേ ബിഗാൻ ടു പാർട്ട് ഫ്രം ദ സ്കൈ, മോർണിംഗ് സ്റ്റാർ അപ്പിയേഴ്സ് ഇൻ ദ ഈസ്റ്റ് ആണ്. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനനമാണ് അവിടെ കാണിക്കുന്നത് അല്ലേ. ജീസസ് ക്രൈസ്റ്റ് അവിടെ ജനിക്കുകയാണ്. എങ്ങനെയാണ്? അവിടെ ഒരു മോർണിംഗ് സ്റ്റാർ അപ്പിയർ ചെയ്തു, ആ ഒരു കംപ്ലീറ്റ് ഡാർക്ക്നെസ് മാറിക്കൊണ്ട് അല്ലേ. ബ്രെത്ത് ഓഫ് റിലീഫ് സ്പ്രിങ്സ് അപ്പ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ എർത്ത് ആണ്. അതായത് ഭൂമിയുടെ ഹൃദയത്തിലേക്ക് എന്ത് വരികയാണ്, ഒരു റിലീഫ് സ്പ്രിങ് ചെയ്തുകൊണ്ട് അവിടെ ഒരു മോർണിംഗ് സ്റ്റാർ വന്നു അല്ലേ. ആര് വന്നതോടുകൂടി? മാൻ ഓഫ് ഫെയ്ത്ത്, ജീസസ് ക്രൈസ്റ്റിൻ്റെ ജനത്തോടുകൂടി. ആൻഡ് മർമർ ഓഫ് ലീവ്സ് റിപ്പിൾസ് അലോങ് ദ ഫോറസ്റ്റ് പാത്താണ്. അതായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ തുടങ്ങി, 1 സെക്കൻഡ്, അതായത് ലീവ്സുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, റിപ്പിൾ ചെയ്യാൻ തുടങ്ങി ഫോറസ്റ്റിൽ. ആൻഡ് ദ ഏർലി ബേർഡ് സിങ്സ്, അതായത് അതുവരെ എന്താ പറയുക ഡാർക്ക് ബേർഡ്സാണ് ക്രൈ ചെയ്തത്. ഇപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി, മോർണിംഗ് ബേർഡ്സ് സിങ് ചെയ്യാൻ തുടങ്ങി. ദ ടൈം ഹാസ് കം, സമയം വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതീക്ഷ വരികയാണ്. പ്രൊക്ലൈം ദ മാൻ ഓഫ് ഫെയ്ത്ത്, ദ ടൈം ഫോർ വാട്ട്, സമയം വന്നു. പക്ഷെ എന്തിനുള്ള സമയമാണ്? അതായത് അദ്ദേഹം പറയുകയാണ്, ഇറ്റ് ഈസ് ദ ടൈം ഫോർ സംതിങ് അല്ലേ. എന്തിനുള്ള സമയമാണ്? ഇറ്റ് ഈസ് ദ ടൈം ഫോർ വാട്ട്? ഇറ്റ് ഈസ് ദ ടൈം ഫ്രോം പിൽഗ്രിമേജ്, അതായത് തീർത്ഥാടനത്തിനുള്ള സമയമാണ്. ഇവിടെ നമുക്ക് ജേർണി ഓഫ് ദ മെജൈ എന്ന് പറയുന്ന ഒരു ബിബ്ലിക്കൽ റെഫറൻസ് കൂടി കൊടുക്കുക. അതായത് ജീസസ് ക്രൈസ്റ്റിനെ ജനനത്തോടു കൂടി ജനിച്ചത് കാണാൻ വേണ്ടി ബത്ലഹേമിലേക്ക് 3 മെജൈ എന്ന് പറഞ്ഞാൽ 3 കിങ്സ് ആണ്. ഈ 3 കിങ്സ് ആരെ കാണാൻ പോകുന്നുണ്ട്? ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് ഉറപ്പാക്കാൻ വേണ്ടി, വെദർ ജീസസ് ക്രൈസ്റ്റ് ഈസ് ബോൺ ഓർ നോട്ട്. അവരെന്ന് പറഞ്ഞാൽ ഈ 3 പേരും എങ്ങനെയുള്ളവരായിരുന്നു? ദൈവത്തിൽ വിശ്വസിക്കാതെ വളരെ എന്താ പറയുക ബാർബേറിയസ് ആയി ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ജേർണി ഓഫ് ദ മെജൈ, MAGI, അതായത് നമ്മുടെ TS എലിയറ്റ് അങ്ങനെ ഒരു പോം എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്, ജേർണി ഓഫ് ദ മെജൈ. അപ്പോൾ ആ മെജൈ എന്ന് പറയുന്ന ഈ 3 കിങ്സ് എവിടെ പോകുന്നുണ്ട്? ബത്ലഹേമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജീസസ് ക്രൈസ്റ്റിനെ കണ്ടപ്പോൾ അവരിൽ എന്ത് വരുന്നുണ്ട്? ഒരു മാറ്റം വരികയാണ്. അവർ എന്ത് സ്വീകരിക്കുന്നുണ്ട്? ക്രിസ്ത്യാനിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കുകയാണ്. അതായത് പിൽഗ്രിമേജിനുള്ള സമയമാണ്, തീർത്ഥാടനം. അവരവിടെ നടത്തിയത് തീർത്ഥാടനമാണ്. മേ ബി ആ ഒരു റെഫറൻസ് ആയിരിക്കും അവിടെ കൊടുത്തത്. തീർത്ഥാടനത്തിനുള്ള സമയമായി എന്ന് അവരോട് പറയുകയാണ്. ദ സിറ്റ് ആൻഡ് തിങ്ക്, ദ നോ നോട്ട് ദ മീനിങ്. പക്ഷെ അവർക്ക് മനസ്സിലായില്ല, ജനങ്ങൾക്ക്, ആ ഒരു എൻറ്റയർ വേൾഡിലുള്ള അങ്ങനെയുള്ള എന്താ പറയുക ബാർബേറിയസ് ആയിട്ടുള്ള ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ദേ സീം ടു അണ്ടർസ്റ്റാൻഡ് അക്കോർഡിംഗ് ടു ദർ ഡിസയർ, ദ ടച്ച് ഓഫ് ദ ഡോൺ ഗോസ് ഡീപ്പ് ഇൻ ടു ദ സോയിൽ. അവർക്ക് പക്ഷെ മനസ്സിലായില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? പോകാൻ തീരുമാനിക്കുകയാണ്. കാരണം അവിടെ എന്തെയാണ്, ഡോൺ പ്രഭാതത്തിൻ്റെ ആ ഒരു ടച്ച് എവിടെ എത്തിയിട്ടുണ്ട്? സോയിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈഫ് ഷിവേഴ്സ് അലോങ് ത്രൂ ദ റൂട്ട്സ് ഓഫ് ഓൾ തിങ്സ്. ജീവൻ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? എല്ലാ റൂട്ടുകളിലേക്കും ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ടു ദ പിൽഗ്രിമേജ് of the fulfillment, a small voice whispers, nobody knows whence taken up the crowd, it swells into mighty meaning. അല്ലേ? അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി?
അവർ എ സ്മോൾ വോയിസ് വിസ്പേഴ്സ് നോബഡി നോസ് വെൻസ് ടേക്കൺ അപ്പ് ബൈ ദ ക്രൗഡ് ഇറ്റ് സ്വെൽസ് ഇൻ ടു മൈറ്റി മീനിങ് മെൻ റൈസ് ദെയർ ഹെഡ് ആൻഡ് ലുക്സ് അപ്പ് വിമൻ ലിഫ്റ്റ് ദെയർ ആംസ് ഇൻ റെവറൻസ് ചിൽഡ്രൻ ക്ലാപ്പ് ദെയർ ഹാൻഡ്സ് ആൻഡ് ലാഫ്. ആദ്യം അവർ മടി കാണിച്ചെങ്കിലും അവർക്ക് എന്തിനാണിത് ഇങ്ങനെയൊരു പിൽഗ്രിമേജ് എന്നൊന്നും അറിയില്ലെങ്കിലും പിന്നെ അവർ തീരുമാനിക്കുകയാണ് എന്തിന് പോകാൻ വേണ്ടി അല്ലേ. എന്നിട്ട് അവർക്ക് തന്നെ അറിയില്ല ഇത് എവിടെ എത്തും, എപ്പം, ഫ്രം വേർ ഇറ്റ് സ്റ്റാർട്ട്, എവിടെ നിന്ന് തുടങ്ങണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ആൻഡ് ഇറ്റ് സ്വെൽസ് ഇൻ ടു മൈറ്റി മീനിങ്. പിന്നെ അത് എന്ത് ചെയ്യാൻ തുടങ്ങി, അവർക്ക് അർത്ഥങ്ങൾ കിട്ടാൻ തുടങ്ങി. ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ആദ്യം പുരുഷന്മാർ അവരുടെ ഹാൻഡ് റൈസ് ചെയ്തു, അവർ തയ്യാറാണെന്ന് കാണിച്ചു. വിമൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ദേ ലിഫ്റ്റ് ദെയർ ആംസ്, അവരും അവരുടെ റെവറൻസ് എല്ലാവിധ റെസ്പെക്റ്റോടുകൂടി അവരും അവരുടെ ആംസ് ലിഫ്റ്റ് ചെയ്തു. ചിൽഡ്രൻ എന്ത് ചെയ്തു, ദ ക്ലാപ്പ് ഇൻ ഹാൻഡ്സ് ആൻഡ് ലാവ്. ദ ഏർലി ഗ്ലോ ഓഫ് ദ സൺ ഷൈൻസ് ലൈക്ക് എ ഗോൾഡൻ ഗാർലൻഡ് ഓൺ ദ ഫോർ ഹെഡ് ഓഫ് ദ മാൻ ഓഫ് ഫെയ്ത്ത്. അന്നത്തെ ആദ്യമായിട്ടുണ്ടായ ആ സണ്ണ് അല്ലേ, ആ ഒരു വെളിച്ചം, അന്നത്തെ ആ സണ്ണിൻ്റെ സൺഷൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അസ്തമിക്കുമ്പോൾ അതെന്തുപോലെ ഉണ്ടായിരുന്നു, ഒരു പൂമാല പോലെ, ഗോൾഡൻ ഗാർലൻഡ്. ആരുടെ, ഇൻ ദ ഫോർ ഹെഡ് ഓഫ് ദ മാൻ ഓഫ് ഫെയ്ത്ത്. ആ മാൻ ഓഫ് ഫെയ്ത്തിൻ്റെ ഫോർ ഹെഡിലേക്ക് ഒരു പൂമാല പോലെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ ഓൾ ക്രൈ ബ്രദർ വി സല്യൂട്ട് യു അല്ലേ. അന്ന് സൺഷൈൻ ചെയ്തപ്പോൾ അന്നത്തെ ഇരുട്ടിന് എന്തുണ്ടായിരുന്നു, ഒരു ഭംഗിയുണ്ടായിരുന്നു. കാരണം അയാളോട് പറയുകയാണ്, എന്താ പറയുന്നത്, വി ഓൾ സല്യൂട്ട് യു. കാരണം ഞങ്ങൾക്കിപ്പോൾ എന്ത് കിട്ടി, ഒരു പ്രതീക്ഷ കിട്ടി. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു ആൻഡ് വി സല്യൂട്ട് യു. ഞങ്ങൾ നിങ്ങളെ എന്ത് ചെയ്യാണ്, സല്യൂട്ട് ചെയ്യാണ്. അതും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ തേർഡ് സ്റ്റാൻസ് എൻഡ് ചെയ്യുന്നത്.